ബലാത്സംഗം, പോക്സോ കേസുകളിൽ വിചാരണ നേരിടുന്ന 4 തടവുകാർ ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിലെ ജയിൽ ചാടി. 19നും 26നും ഇടയിൽ പ്രായമുള്ള തടവുകാർ ജയിലിനുള്ളിലെ പശുത്തൊഴുത്തിന്റെ മതിലിൽ കയറി കയറുപയോഗിച്ച് ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇവരെ പിടികൂടാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ദശരഥ് സിദ്ധാർ 19, ചന്ദ്രശേഖർ റത്തിയ 20, രാജ് കൻവാർ 22, സർണ സിംഗു 26 എന്നീ 4 തടവുകാരാണ് ജയിൽ ചാടിയത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ജയിലിനുള്ളിലെ തൊഴുത്തിന്റെ മതിലിൽ കയറി കയർ ഉപയോഗിച്ച് ചാടിയ ശേഷം അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബലാത്സംഗ കേസുകളിലെയും പോക്സോ കേസുകളിലെയും വിചാരണ തടവുകാരായിരുന്നു ഇവർ, പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കനക്കുന്നത് കണക്കിലെടുത്ത് തലസ്ഥാനത്തുൾപ്പെടെ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഓറഞ്ച് അലർട്ട് 308/2025 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. 408/2025 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ. 508/2025 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം. 608/2025 മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 708/2025 കണ്ണൂർ, കാസർഗോഡ്. മഞ്ഞ അലർട്ട് 308/2025 തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 408/2025 തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 508/2025 തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 608/2025 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്. 708/2025 മലപ്പുറം, കോഴിക്കോട്, വയനാട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഓഗസ്റ്റ് 7 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 8:30 വരെ 1.5 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം പൊളിക്കാൻ നികുതി ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ബ്രസീൽ, ഇന്ത്യ, ചൈന രാജ്യങ്ങൾക്ക് വൻ നികുതി ചുമത്തുമെന്ന് US നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യക്ക് 25% നികുതിയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ 10% അധിക ചുങ്കം കൂടി ഏർപ്പെടുത്താനാണ് ട്രംപിന്റെ നീക്കം. US നികുതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന് വാർത്ത വന്നെങ്കിലും പിന്നീട് കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് നിഷേധിച്ചു. വാർത്തയോട് ട്രംപ് പ്രതികരിച്ച ശേഷമാണ് വാർത്ത ഇന്ത്യ തള്ളിയത്. യുക്രൈൻ യുദ്ധത്തിന് പണമുണ്ടാക്കാൻ റഷ്യ എണ്ണ വ്യാപാരത്തെ ഉപയോഗിക്കുകയാണെന്നാണ് US ആരോപണം. യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയ്ക്ക് ഉപരോധം ശക്തമാക്കിയതോടെ റഷ്യൻ എണ്ണ വാങ്ങാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറായില്ല. റഷ്യയുടെ എണ്ണ വിപണിയിൽ കരിനിഴൽ വീണപ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ തയ്യാറായത്. യുക്രൈൻ യുദ്ധത്തിന് മുൻപ് 0.2% എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നത്. യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ പ്രതിസന്ധിയിലായ റഷ്യയുടെ എണ്ണ വലിയ തോതിൽ വാങ്ങി ഇന്ത്യ റഷ്യയെ സഹായിച്ചു. കുറഞ്ഞ നിരക്കിൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കാനും തുടങ്ങി. ശീതയുദ്ധം മുതൽ ഇന്ത്യയും റഷ്യയും എല്ലാ രംഗത്തും ബന്ധം ശക്തമാണ്. യുക്രൈൻ യുദ്ധത്തിനു ശേഷം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന റഷ്യൻ എണ്ണ 41% വർദ്ധിപ്പിച്ചിരുന്നു. ഇറാഖ് 20%, സൗദി അറേബ്യ 11% രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. 2023 മെയ് മാസത്തിൽ 21.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഒരു ദിവസം റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത്. G7 യൂറോപ്യൻ, ഓസ്ട്രേലിയൻ ക്രൂഡ് ഓയിൽ വില ബാരലിൽ $60 ആയിരിക്കുമ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് $40 വിലയുള്ളൂ. ഒരു ബാരലിൽ തന്നെ $20 ലാഭവുമുണ്ട്. ഈ ലാഭവും വർഷങ്ങളായുള്ള ബന്ധവും ഉപേക്ഷിച്ച് ട്രംപിന് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ലെന്നാണ് സൂചന. പാരിപ്പള്ളി, മാതാവിന്റെ കാര്യങ്ങൾ നോക്കാത്ത മകൻ മനുഷ്യനല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. 100 വയസ്സായ മാതാവിന് മാസം 2000 രൂപ വീതം ജീവനാംശം നൽകണമെന്ന കൊല്ലം കുടുംബ കേസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത മകൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി.
കൊല്ലം പാരിപ്പള്ളി സ്വദേശിയാണ് കൊല്ലം കുടുംബ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. 92 വയസ്സായ മാതാവിന് മാസം 2000 രൂപ നൽകണമെന്നതായിരുന്നു കുടുംബ കോടതി വിധി. ഇപ്പോൾ മാതാവിന് 100 വയസ്സായി. കോടതി ഉത്തരവ് പാലിക്കാത്ത മകനെതിരെ ജപ്തി നടപടികൾ തുടങ്ങിയപ്പോഴാണ് മകൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അമ്മയുടെ പിന്നിൽ ഗൂഢതാൽപര്യത്തോടെ മറ്റൊരു സഹോദരനാണെന്നും അതിനാൽ കുടുംബ കോടതി വിധി റദ്ദാക്കണമെന്നതായിരുന്നു ആവശ്യം. വയസ്സായ മാതാവിന് 2000 രൂപ നൽകുന്നത് പോലും ഭാരമായി കരുതുന്ന ഒരു മകൻ അത്തരമൊരു സമൂഹത്തിൽ അംഗമായതിൽ അറ്റേറ്റ് ലജ്ജിക്കുന്നു എന്ന് കോടതി വിമർശിച്ചു. മറ്റു മക്കളുള്ളതിനാൽ ഞാൻ ജീവനാംശം നൽകേണ്ടതില്ല എന്ന വാദവും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ തള്ളി.